ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ സാധാരണ അവിടെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, പലപ്പോഴും വല്ലാത്ത ചൂടിൽ വിയർത്തു കുളിച്ച് അവശതയായി അവരിയ്ക്കും. പക്ഷെ അപ്പോഴും അവരുടെ ഒരു സമരവീര്യം ഒന്നും ചോർന്നു പോകാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സമ്മിശ്ര വികാരം കാണാം. ചിലരില്ലെങ്കിലും ഒരു പ്രതീക്ഷ നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ പറഞ്ഞ ആവശ്യങ്ങൾ ഇതിനു മുൻപും ചർച്ചയുണ്ടായിട്ടുള്ളതാണ്, പരിഹസിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്, പലപ്പോഴും അവരെ അവഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒന്നും ഉണ്ടാകരുത്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് കൃത്യമായി തന്നെ അത് പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ, ഒപ്പം തന്നെ അത് അങ്ങനെ അല്ലാതിരുന്നാൽ വീണ്ടും മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച ഒരു ഉറപ്പ് അതും അവരുടെ മുഖത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ തലസ്ഥാനത്ത് കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ ഈ സമരവേദിയിൽ തന്നെയുണ്ട്. വല്ലാത്ത ചൂടാണ്. അതായത് രാവിലെ 10 മണിയൊന്നും ആകണ്ട, അതിന് മുമ്പേ തന്നെ ചൂട് തുടങ്ങും. ഉച്ചയാകുമ്പോഴത്തേക്ക് കത്തിക്കാളുകയാണ്. വൈകിട്ടെത്തുമ്പോഴാണ് ഒരല്പമെങ്കിലും ആശ്വാസം ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും ഈ അതിന്റെ ചൂടിന്റെ ഒരു ബാക്കി എന്നോണം ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഈ ചൂട്, അതിനുശേഷം അപ്രതീക്ഷിതമായി എത്തുന്ന മഴ, വലിയ വേനൽ മഴ ഇടയ്ക്ക് 1-2 തവണ പെയ്തിരുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ട്, അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് അവരുടെ സമരം തുടരുകയാണ്. അവരുടെ ആവശ്യം 21,000 രൂപ എന്നുള്ളതാണ്. അതോടൊപ്പം പെൻഷനാണ്, അവരുടെ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ആവശ്യങ്ങൾ കുറേയധികമുണ്ട്. അതിൽ സർക്കാർ എല്ലാം തന്നെ അംഗീകരിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. 21,000 രൂപ എന്നുള്ളത് സർക്കാർ അതേപടി അംഗീകരിച്ചു കൊടുക്കാനുള്ള സാധ്യതയുമില്ല. പക്ഷേ ഇത് രണ്ടുപേർക്കും എത്താൻ കഴിയുന്ന, രണ്ടുപേർക്കും സമ്മതമാകുന്ന ഒരു പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അതിൽ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കാരണം അടുത്തിടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ യോഗം വിളിച്ചിരിക്കുന്നത്. CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയം കൂടിയാണ്. ആ വേദിയിലടക്കം, അവിടെ അടക്കം ഈ സമരങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട്. CPI-യുമായി ബന്ധപ്പെട്ട് LDF-ൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ ഈ സമരം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകരുത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അതൊക്കെ നേരിട്ട് ബാധിക്കും. വലിയ മാധ്യമ ശ്രദ്ധ കൂടി കിട്ടിയതാണ് ഈ സമരത്തിന് എന്ന് അവരെല്ലാം പറയുമ്പോൾ എന്തായാലും സർക്കാരിന് ഇനി അധികം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആദ്യം അവഗണിച്ചു നോക്കി, പിന്നീട് കർശനമായ നിലപാടെടുത്തു നോക്കി, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. പരിഹാരം കണ്ടേക്കും എന്ന് തന്നെ കരുതാം. ശ്രീകാന്ത്, ഇന്ന് ഈ ആരോഗ്യമന്ത്രിയുമായുള്ള ഈ ചർച്ച നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത് ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ട യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ഇൻസെന്റീവ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചില പോസിറ്റീവ് സമീപനം കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു 13,000 രൂപ, അതിൽ 3,000 രൂപയിൽ 60% കേന്ദ്രവും ബാക്കി 40% കേരളവും കൊടുക്കാൻ തയ്യാറാണ്. അതിനപ്പുറമായി ഓണറേറിയം അടക്കമുള്ള വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടായെങ്കിൽ മാത്രം സമരം നിർത്തും എന്നുള്ള നിലപാടിലാണല്ലോ അവർ. അപ്പോൾ അതിനൊരു സാധ്യതയെന്നവർ കാണുന്നുണ്ടോ? എന്തായാലും കൃഷ്ണ, ഒരു കാര്യം പറയാം. തുച്ഛമായ വർധനവ് കൊണ്ട് സമരം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. കാരണം ചോദിച്ചിട്ടുള്ളത് 21,000 രൂപയാണ്. അതിനോടൊപ്പം തന്നെ മറ്റു ചില ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഈ ചോദിച്ച തുക, ഓണറേറിയം തുക പോലും അനുവദിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തുച്ഛമായ വർധനവ് കൊണ്ട് സമരം അവസാനിക്കുമെന്ന് കരുതുക വയ്യ. നമ്മൾ ഇവരുമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഒപ്പം തന്നെ ഈ ട്രേഡ് യൂണിയനുകളെ കൂടി ഇന്നത്തെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതൊരു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പുതിയ നീക്കമാണ്. അതിൽ CITU നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് തങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കില്ല, ഈ ഓണറേറിയം വർധനവ് എന്നുള്ള ആവശ്യത്തിനൊപ്പം നിൽക്കില്ല എന്ന് CITU വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന INTUC ആണ്. INTUC ആദ്യഘട്ടത്തിൽ ഈ സമരത്തെ തള്ളിപ്പറഞ്ഞു, എതിർത്തിരുന്നു. ഏറ്റവും ഒടുവിൽ അവരുടെ മുന്നണിയിൽ നിന്നും പാർട്ടിയിൽ നിന്നുമൊക്കെ കോൺഗ്രസിൽ നടക്കം സമ്മർദ്ദമുണ്ടായതിനെ തുടർന്ന് ഈ സമരത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു. അപ്പോഴും സർക്കാരിനെ തലോടിക്കൊണ്ടാണ് ആ നിലപാടെടുത്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ INTUC നേതൃത്വം എങ്ങനെയാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നതും ശ്രദ്ധേയമാണ്. കാരണം 2 പ്രബല ട്രേഡ് യൂണിയൻ സംഘടനകൾ ചർച്ചയ്ക്ക് കയറുന്നു. അവർ ഈ സമരത്തിന്റെ നേതാക്കൾ ഇരിക്കുമ്പോൾ തന്നെ ഇതിനെതിരായ നിലപാട് കൂടി എടുത്താൽ സമ്മർദ്ദം ഉയർത്താൻ സാധിക്കുമെന്ന് ഒരുപക്ഷെ സർക്കാർ കരുതുന്നുണ്ടാകാം. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ സർക്കാർ അവരെ കൂടി ഇതിലേക്ക് വിളിച്ചത്. പക്ഷേ കൃത്യമായ ഒരു ക്ലാരിറ്റി ഈ സമരത്തിന്റെ തുടക്കം മുതൽ ഇവർക്കുള്ളതായി നമുക്ക് കാണാം. അതായത് അവരാവശ്യപ്പെട്ട കാര്യം അത് പൂർണ്ണമായും വേണം. ഇനി ഒരു പരിധി വരെയാണെങ്കിൽ ഒത്തുതീർപ്പിന് തയ്യാറാണ്. അത് പക്ഷേ എന്തെങ്കിലും തരത്തിൽ നക്കാപ്പിച്ച തന്ന് ഒഴിവാക്കലല്ല, അതിനപ്പുറം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടു എന്നൊരു തോന്നലെങ്കിലും വേണം എന്നതാണ് അവരുടെ ആവശ്യം.
ചർച്ച നടക്കട്ടെ. അതിനെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ നെഗറ്റീവായി അപ്രോച്ച് ചെയ്യേണ്ട. ഒരുപക്ഷെ അനുകൂലമായി ഇത് ശുഭപര്യാവസായിയായി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ നിന്നും പോകുന്നതിനും പറ്റും, എഴുന്നേറ്റ് പോവുകയും ചെയ്യാം, ഈ സമരം അവസാനിക്കുകയും ചെയ്യും. പക്ഷേ കാത്തിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. കഴിഞ്ഞ 2 തവണയും നമ്മൾ പ്രതീക്ഷിച്ചതാണ്, ഒന്നും സംഭവിച്ചില്ല. ഇത്തവണ എന്താകും എന്ന് കാത്തിരുന്നതാണ്. ഇതിനോടകം ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അല്പസമയത്തിനകം അതിന്റെ അപ്ഡേഷൻസ് പുറത്തേക്ക് വരികയും ചെയ്യും. ശ്രീകാന്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം ഉമേഷ് ബാലകൃഷ്ണനും അവിടെ ചർച്ച തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അതൊക്കെ വളരെ വ്യക്തവും കൃത്യവുമാണ്. അത് ആ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ മാത്രമേ സമരം നിർത്തൂ എന്നവർ പറയുമ്പോഴും 53 ദിവസമായിരിക്കുന്നു. ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഇന്ന് ചർച്ചയിൽ ഒരു പരിഹാരമുണ്ടായാൽ അവർക്ക് വീട്ടിൽ പോകാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങൾ, കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, കുഞ്ഞുമക്കളുള്ളവരുണ്ട്, മക്കൾ പേരക്കുട്ടികളുള്ളവരുണ്ട്, ഭർത്താവ്, സഹോദരൻ, സഹോദരി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വിട്ടെറിഞ്ഞാണ് അവർ ഈ 53 ദിവസമായി ഇവിടെ കഴിയുന്നത്. ഇന്നിപ്പോൾ ചർച്ച പരിഹാരം കണ്ടാൽ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ അവർ നിർത്തില്ല. അപ്പോൾ അത് ആകാംക്ഷയുടെ സമയമാണ്. ഈ ചർച്ച അവസാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ ഒരു തീർപ്പ് പറയാനും കഴിയൂ.